സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളുടെ ഒരു രണ്ടാം ഘട്ടമായ യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിലേക്കും നാം പ്രവേശിക്കുകയാണ്. ലാസർ ഞായറാഴ്ചയോടുകൂടിയാണ് യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത് നാം വായിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊന്ന് യേശു അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിൻ്റെ ചുറ്റുപാടുകൾ ഉള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ചെറുതായി ഒന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സോളമൻ രാജാവിൻ്റെ ഭരണത്തിന് ശേഷം ഇസ്രയേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. ഒന്ന് 10 ഗോത്രങ്ങളോടുകൂടി, 12 ഗോത്രങ്ങളാണ് നമുക്കുള്ളത്. 10 ഗോത്രങ്ങളോടുകൂടി വടക്ക് ഭാഗത്ത് ഇസ്രയേൽ എന്നും 2 ഗോത്രങ്ങളോടുകൂടി തെക്ക് ഭാഗത്ത് യൂദയ എന്നും പറയുന്ന രണ്ടായിട്ട് ഇവർ പിരിയുകയാണ്. ഈ പിരിഞ്ഞതിന് ശേഷം 4 വിദേശീയരുടെ ആക്രമണങ്ങളെ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ബാബിലോൺ അറ്റാക്ക് ഉണ്ടാകുന്നു. ബാബിലോൺ അറ്റാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ദേവാലയം തകർക്കുന്നതിനെ കുറിച്ചൊക്കെ നാം വായിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ. അതിനുശേഷം പിന്നീട് പേർഷ്യൻ അറ്റാക്ക് ഉണ്ടാകും. പേർഷ്യൻ അറ്റാക്കിൽ അസീറിയൻ രാജാവൊക്കെ ഇവരെല്ലാം വളരെ ബുദ്ധിപരമായിട്ട് ഈ യഹൂദ ജനതയുടെ ഇടയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുവാനായിട്ട്, അല്ലെങ്കിൽ യഹോവ ഇവർക്ക് എതിരാകണമെന്നുണ്ടെങ്കിൽ ഇവർ പല രീതിയിലുള്ള പാപങ്ങൾ ചെയ്യണം. ഇപ്പം വിഗ്രഹാരാധനകളിലേക്കും മറ്റ് പാപകരമായ മാർഗങ്ങളിലേക്കും ഇവരുടെ ജീവിതം തിരിച്ചുവിടുന്നതിന് വേണ്ടി അസീറിയൻ രാജാവ് ഇങ്ങനെ പല രീതിയിലുള്ള ദേവന്മാരെ ഇവർക്ക് കൊണ്ടുവന്ന് ആരാധിക്കുവാനായിട്ട് നൽകുന്നുണ്ട്. പല പല മതങ്ങൾ ഇവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 5ഓളം മതങ്ങൾ ഈ അസീറിയൻ രാജാവ് ഇവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരുന്നു. അതാണ് നമ്മൾ വീണ്ടും ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുമ്പോൾ യാക്കോബിന്റെ അരിയിലുള്ള സമരിയാക്കാരി സ്ത്രീ വരുമ്പോൾ, യഥാർത്ഥത്തിൽ സമരിയാക്കാരി സ്ത്രീ വിവാഹം കഴിക്കാത്ത ഒരു യുവതിയാണ്. ആ യുവതിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ യേശുവിന്റെ സംസാരത്തിൽ നാം മനസ്സിലാക്കുന്നത് എന്താണ്? ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് തൻ്റെ യഥാർത്ഥ ഭർത്താവുമല്ല. ഈ 5 ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള ഈ വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, കർത്താവ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അത് 5 തരത്തിലുള്ള മതങ്ങളെയും മതവിഭാഗങ്ങളെയും ദൈവത്തെയും ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു സമരിയക്കാരുടെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ സമരിയക്കാർ തിരിച്ച് യഹോവയിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എന്നാലും പല പല ആരാധനകളിൽ അവർ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും യഥാർത്ഥ യഹോവയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതാണ് ഇപ്പോഴുള്ളത് നിന്റെ യഥാർത്ഥ ഭർത്താവല്ല എന്ന് യേശു ഇവളോടായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നത്. യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പോന്തിയോസ് പീലാത്തോസ്. ഇറ്റലിയിലെ പോന്തിയോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുമാണ് ഇദ്ദേഹം വരുന്നതെങ്കിലും ഇദ്ദേഹം ഒരു അടിമയായിരുന്നു. പോന്തിയോസ് പീലാത്തോസ് ഒരു അടിമയായിരുന്നു. സ്വയം അധ്വാനിച്ച് അടിമപ്പണം കൊടുത്ത് സ്വയം മോചിതനായി വീണ്ടും പണം സമ്പാദിച്ച് സെൽജിയൂസ് എന്ന് പറയുന്ന റോമൻ ഗവർണറെ സ്വാധീനിച്ചിട്ടാണ് യൂദയായുടെ ഗവർണർ സ്ഥാനം പീലാത്തോസ് കൈക്കലാക്കുന്നത്. ഇത് അന്ന് റോം ഭരിച്ചിരുന്നത് സീസർമാരായിരുന്നെങ്കിലും ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി പല പല പ്രൊവിൻസുകളായിട്ട് തിരിച്ച് ഓരോ പ്രൊവിൻസിലും ഓരോ ഗവർണർമാരെ അവർ നിയമിച്ചിരുന്നു. അപ്പോൾ പീലാത്തോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വൈസറും ഒരു എല്ലാം ആയിരുന്നത് സെൽജിയൂസ് എന്ന് പറയുന്ന റോമൻ ഗവർണറായിരുന്നു. ഈ സെൽജിയൂസ് കടുത്ത യഹൂദ വിരോധിയായിരുന്നു. പരമാവധി യഹൂദ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഈ സെൽജിയൂസിന്റെ ഒരു രീതിയായിരുന്നു. ഇതേ രീതികൾ തന്നെയാണ് പീലാത്തോസും പിന്തുടർന്നിരുന്നത്. ഒരു ഭരണാധികാരിയെ എന്നുള്ള നിലയിൽ അവിടെ സ്ഥാനമേറ്റതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക്, യഹൂദ ജനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കിണർ കുഴിക്കുവാനായിട്ട് പീലാത്തോസ് തീരുമാനിക്കുകയും ഇതിനുള്ള പണി ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ ഇതിനൊരുപാട് ചെലവ് വേണ്ടി വന്നിരുന്നതിനാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത് പീലാത്തോസ് ജെറുസലേം ദേവാലയത്തിൽ നിന്നും ബലമായിട്ട് പണം പിടിച്ചെടുത്തുകൊണ്ടാണ്. അപ്പം ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ഒരു 36 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. റോമാക്കാരാണ് അന്ന് ഇതെല്ലാം ഭരിച്ചിരുന്നതെങ്കിലും ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രത്യേക സേനയുണ്ട്. അപ്പോൾ റോമൻ സൈന്യത്തിന് ഈ ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് അവരാണ്, യഹൂദ ജനങ്ങൾ തന്നെയാണ്. അപ്പം യഹൂദരും പീലാത്തോസും തമ്മിൽ ഈ ഒരു വിഷയത്തിൽ, ഈ പണം ദേവാലയത്തിൽ നിന്നും പണം പിടിച്ചെടുത്ത വിഷയത്തിൽ കടുത്ത ഒരു ലഹള ഉണ്ടാവുകയും ഇവർ പരസ്പരം അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് പീലാത്തോസ് ഒരു 100-ലധികം യഹൂദരെ കുരിശിലേറ്റി കൊന്നുകളയുകയും ചെയ്തു. ഈ ഒരു വിഷയത്തിൽ സീസർ പീലാത്തോസിനെ വാൺ ചെയ്യുകയും
പീലാത്തോസിൻ്റെ ഭരണപരമായ ഒരു കഴിവില്ലായ്മയായിട്ട് ഇതിനെ ചിത്രീകരിക്കുകയും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഈ പീലാത്തോസിനെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം പിന്നീട് തിബേരിയസ് സീസർ, ഒരു സീസർ മാറി തിബേരിയസ് സീസർ വീണ്ടും അധികാരത്തിലെത്തുകയാണ്. തിബേരിയസ് സീസർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സെൽജിയൂസ് എന്ന് പറയുന്ന റോമൻ ഗവർണറെ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ തന്നെ പീലാത്തോസിന് ഈ റോമൻ ഭരണസമിതിയിലും ഗവൺമെൻറ്റിനുള്ള സ്വാധീനം കുറയുകയും പിന്നീട് പീലാത്തോസ് വളരെ ന്യൂട്രലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. യഹൂദരെ വെറുപ്പിക്കുകയുമില്ല, റോമൻ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടും വളരെ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. യഹൂദ ജനത പൊതുവെ കടുത്ത ചൂഷണങ്ങൾക്കും റോമൻ ഗവൺമെൻറ്റിൻ്റെ പല വിധത്തിലുള്ള നികുതി പിരിവുകൾക്കും പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും ഇടയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ടാക്സ് കൊടുക്കണം. യേശുവും ശിഷ്യന്മാരും നികുതി കൊടുത്തിരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ പോലും നമ്മൾ നികുതി കൊടുക്കണം. ഈ നികുതി പിരിക്കുന്നത് തോന്നിയതുപോലെയാണ്, ഇതിന് പ്രത്യേക സ്ട്രക്ചറുകളോ ഒന്നുമില്ല. പല രീതിയിൽ പലർക്കും പല രീതിയിൽ ഉപദ്രവകരമായ രീതിയിൽ ഇവർ നികുതിയൊക്കെ പിരിച്ചു വന്നിരുന്നു. പിന്നീട് വേറെ നമ്മൾ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദഹനബലി അർപ്പിക്കാൻ വേണ്ടി പ്രാവ്, ആട്, മാട് ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഓരോരുത്തർ നേർച്ചകൾ നേരും. അങ്ങനെ ചെയ്യണമെന്ന് യഹൂദരുടെ ആചാരം കൂടിയാണ്. അപ്പോൾ ഇതിന് ഒക്കെ തയ്യാറെടുത്തുകൊണ്ട് ഇവർ ഈ മൃഗങ്ങളുമായിട്ട് ദേവാലയത്തിൽ ദഹനബലി അർപ്പിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവർ ഒരിക്കലും ഒരു സദൂക്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിനെ തടഞ്ഞിരുന്നു. ഇതിന് ഈ മൃഗങ്ങളുടെ ലക്ഷണങ്ങൾ ശരിയല്ല, അതുകൊണ്ട് ഇത് ബലിയർപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവർ കൊണ്ടുവരുന്ന മൃഗങ്ങളെ ഒഴിവാക്കുകയും പകരം ഇവർ നൽകുന്ന സദൂക്യർ നൽകുന്ന മൃഗങ്ങളെ വാങ്ങിക്കുകയും ചെയ്യണം. അപ്പം അവിടെ നിന്ന് തന്നെ ഇതിനെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ചൂഷണം ദേവാലയത്തിൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. പിന്നെ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പോൾ ഈ പൈസ അന്നത്തെ ജോലി ചെയ്ത് ഇവരുടെ കയ്യിലുള്ള കൈവശമുള്ളതെല്ലാം റോമൻ നാണയങ്ങളായിരുന്നു. ഈ റോമൻ നാണയങ്ങൾ ഇസ്രായേലുകാർ അംഗീകരിക്കത്തില്ല. ഇസ്രായേൽ ദേവാലയത്തിൻ്റെ ഉള്ളിൽ അംഗീകരിക്കത്തില്ല. അതിന് പകരം ഈ റോമൻ നാണയം കൊടുത്തിട്ട് പകരം ഇസ്രായേൽ നാണയങ്ങൾ വാങ്ങണം. അങ്ങനെ ഒരു നാണയമാറ്റക്കാരുടെ ഒരു സംഘം ദേവാലയത്തിനകത്ത് പ്രവേശിച്ചിരുന്നു. മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് കർശനമായി നിയമങ്ങൾ പാലിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഫരിസേയർ. ഇവർ പലപ്പോഴും സാധാരണക്കാരായ യഹൂദരെ ഉപദ്രവിക്കാനായിട്ട് പല രീതിയിൽ നിയമങ്ങൾ വളച്ചൊടിക്കുകയും നിയമങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു കാലമാണ്. പിന്നെ വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു, ഒരു തീവ്രവാദികളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗലീലിയൻ മലനിരകളിലും കുന്നുകളിലുമാണ് ഇവർ ക്യാമ്പ് ചെയ്തിരുന്നത്. ഇവർ പെട്ടെന്ന് വന്നിട്ട് റോമൻ സൈന്യത്തിനെ അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ച് കുന്നുകൾക്കിടയിലേക്ക് മറഞ്ഞു പോകും. ഇപ്പോൾ സ്കറിയാത്ത എന്നൊരു വിഭാഗം ഈ തീവ്രവാദ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന യൂദാസ് ഈ സ്കറിയാത്ത എന്ന് പറയുന്ന ഒരു വാക്ക് കുടുംബ പേരും ആ ഒരു പാരമ്പര്യത്തിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ഇവർ വന്ന് ഈ അറ്റാക്ക് റോമൻ സൈന്യത്തെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി കിട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള യഹൂദർക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം കഷ്ടതയിൽ ജീവിച്ചിരുന്ന യഹൂദജനം അവരുടെ ഒരു രക്ഷകന് വേണ്ടി മുട്ടിപ്പായിട്ട് യഹോവയോട് പ്രാർത്ഥിച്ചിരുന്നു, വളരെ കഠിനമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് യേശു എത്തിച്ചേരുന്നത്. പിന്നീട് നമുക്ക് ലാസറിൻ്റെ ജീവിതത്തിലേക്ക് വരാം. ലാസർ സുഖമില്ല എന്ന് യേശു അറിയുന്നു. യേശുവിന് വേണമെങ്കിൽ അപ്പോൾ തന്നെ ലാസറിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരാം, ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും, ബഥാനിയയിലേക്ക് വരാൻ പറ്റും. പക്ഷേ യേശു വരുന്നില്ല. ഇപ്പോൾ വീണ്ടും അടുത്ത ദിവസം ലാസർ മരിച്ചു എന്നുള്ളൊരു അറിയിപ്പ് ചെല്ലുന്നു, യേശു അറിയുന്നു. അന്നും യേശു ഈ വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസമാണ് യേശു ഈ ലാസറിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം യേശു ഡിലേ ആയത്, യേശു താമസിച്ച് വരുന്നത്? അത് തൻ്റെ രക്ഷാകര ദൗത്യം അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും പിന്നെ താനും ഇതുപോലെ ഉയർപ്പിക്കപ്പെടും എന്ന് മറ്റുള്ളവരെല്ലാം അറിയിക്കാനും കൂടി വേണ്ടിയാണ്. ആ ഒരു കാലഘട്ടം, ആ പെസഹ അടുത്ത് വരുന്നൊരു കാലഘട്ടം, ഇസ്രായേൽ ദേവാലയത്തിലേക്ക് നിരവധി തീർത്ഥാടകരും ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇവർ മുൻകൂട്ടി തന്നെ സ്വയം ശുദ്ധീകരണത്തിനൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ലാസറിനെ ക്രിസ്തു ഉയർപ്പിക്കപ്പെടുന്നത് മൂലം ഇത് വളരെയധികം പെട്ടെന്ന് ഫ്ലാഷ് ആകും.
യേശു ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഏറെ പബ്ലിസിറ്റി കിട്ടിയതും അതിനേക്കാൾ ഏറെ പേര് യേശുവിൽ വിശ്വസിച്ചതും ദൈവമഹത്വം ദർശിച്ചതുമായിട്ടുള്ള ഒരു അത്ഭുതമായിരുന്നു ലാസറിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസറിനെ യേശു ഉയർപ്പിക്കുന്നത് യഹൂദ പ്രമാണികളും പുരോഹിതരും അറിയുന്നു. അത് അറിഞ്ഞതിന് ശേഷം ഇവര് അന്നത്തെ പ്രധാന പുരോഹിതനായിരുന്ന കയ്യഫാസ് പെട്ടെന്ന് ഒരു സംഘം കൂടി അവർ തീരുമാനിച്ചിരുന്നു യേശുവിനെ വധിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഈ ലാസറിന്റെ മരണത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രധാന ഒരു വിക്ടിം, ഇതിന്റെ ഒരു ഉയർപ്പിക്കപ്പെട്ടതിന്റെ ഒരു സാക്ഷ്യം എന്നുള്ള നിലയിൽ ലാസറും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. ലാസറിനെയും കൊല്ലാനായിട്ട് ഈ യഹൂദ പുരോഹിത പ്രമാണിമാര് തീരുമാനിക്കുന്നു. ലാസറിന്റെ ഉയർപ്പിന് ശേഷം യേശു പൊതുവെ ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. അവൻ എങ്ങോട്ട് പോയി എന്ന് പിന്നീട് ആരും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ലാസർ ബഥാനിയയിൽ നിന്നും നോർത്തേൺ ഈജിപ്തിലെ സൈപ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ലാസർ പോകുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. കാരണം ലാസറിന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. ഈ പെസഹ മഹോത്സവത്തിന് പോലും ലാസർ പങ്കെടുത്തതായിട്ട് ചരിത്രത്തിൽ പിന്നീട് പറയുന്നില്ല. പിന്നീട് ഈ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു സൗത്ത് പാർട്ടിലെ ഒരു ലാർസാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ബിഷപ്പായി തീർന്നു ലാസർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു ലോജിക്കലായിട്ട് അതിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നില്ല. അത് ശരിയായിട്ട് തോന്നുന്നുമില്ല. ശേഷിച്ച കാലം രണ്ടാം മരണം വരെ ലാസർ ജീവിച്ചത് നോർത്തേൺ ഈജിപ്തിലെ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഇനി നമ്മൾ പീഡാനുഭവ ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം.